ഞാൻ നിൽക്കുന്നത് കർണാടകയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംസ്ഥാനത്തോ അല്ല, നമ്മുടെ സ്വന്തം ചെർപ്പളശ്ശേരിയിലെ ചളവറയിലാണ്. ചളവറയിലെ ഒരു 1.5 ഏക്കറോളം വരുന്ന സ്ഥലത്താണ് ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു സൂര്യകാന്തി പാടം ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. നോക്കത്താ ദൂരത്തോളം പൂത്തുലഞ്ഞു നിൽക്കുന്ന സൂര്യകാന്തി പൂക്കള്. ഇത് കർണാടകയിലോ മറ്റേതെങ്കിലും സംസ്ഥാനത്തല്ല, പാലക്കാട് ജില്ലയിലെ ചെർപ്പളശ്ശേരി ചളവറ എന്ന ഗ്രാമത്തിലാണ് ഇത്ര മനോഹരമായിട്ട് സൂര്യകാന്തി പൂക്കള് പൂത്തുലഞ്ഞു നിൽക്കുന്നത്. ചളവറ സ്വദേശിയായിട്ടുള്ള സെയ്താലി മുസ്ലിയാരാണ് തന്റെ 1 ഏക്കറോളം വരുന്ന സ്ഥലത്ത് ഇത്ര മനോഹരമായ സൂര്യകാന്തി പൂക്കൾ കൃഷി ചെയ്തിരിക്കുന്നത്. പയറ്, പാവല് തുടങ്ങി വിവിധ ഇനം പച്ചക്കറികൾ കൃഷി ചെയ്തിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് സെയ്താലി മുസ്ലിയാർ സൂര്യകാന്തി പൂക്കൾ കൃഷി ചെയ്യണത്. അത് വിജയിച്ചതിന്റെ എല്ലാ സന്തോഷവും അദ്ദേഹത്തിന്റെ മുഖത്ത് കാണാനുണ്ട്. നമുക്ക് എന്തായാലും നമ്മുടെ ന്യൂസ് ചാനലിലേക്ക് സ്റ്റോറി കവർ ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാനും വിഷ്ണുവേട്ടനും കൂടി ഇവിടെ എത്തുന്നത്. ഇവിടെ എത്തിയപ്പം ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു. ഒരുപാട് ആളുകളാണ് സൂര്യകാന്തി പൂക്കളുടെ ഭംഗി ആസ്വദിക്കാനും ഫോട്ടോ എടുക്കാനും വീഡിയോസ് എടുക്കാനും ഒക്കെ ദിനം പ്രതി ഒരുപാട് ആളുകളാണ് ഇവിടേക്ക് എത്തുന്നത്. നമ്മുടെ ജില്ലയിൽ നിന്ന് മാത്രമല്ല, അയൽ ജില്ലയിൽ നിന്ന് പോലും ആളുകൾ ഇവിടേക്ക് എത്തുന്നുണ്ട് കേട്ടോ. സൂര്യകാന്തി പൂക്കളുടെ കൃഷി മാത്രമല്ല, ഇവിടെ അല്ലാതെ നമ്മുടെ മത്സ്യകൃഷിയുണ്ട്. ഈ കാണുന്ന കുളത്തിലൊക്കെ ഒരുപാട് മീനുകളൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടില്ലേ എന്തൊരു തിരക്കാ നോക്കൂ. ഒരുപാട് ആളുകളാണ് ഇവിടെ ഈ ഒരു കാഴ്ച ആസ്വദിക്കാനായിട്ട് എത്തിയിട്ടുള്ളത്. ഇനി എന്തായാലും ഒരാഴ്ച കൂടി ഈ ഒരു സൂര്യകാന്തി വസന്തം ഇവിടെ ഉണ്ടാവുകയുള്ളൂ. അത് കഴിഞ്ഞിട്ടുണ്ടേ വിളവെടുപ്പാണ്. സെയ്താലി മുസ്ലിയാരുടെ ആദ്യത്തെ ഉദ്യമമായതുകൊണ്ട് തന്നെ ഈ പൂക്കളെ വിളവെടുത്ത് നിർമ്മിക്കുന്ന ഓയില് സ്വന്തം വീട്ടാവശ്യത്തിനായിട്ട് എടുക്കാനാണ് തീരുമാനം. പിന്നെ ഇദ്ദേഹത്തിന് പിന്തുണയായിട്ട് ഭാര്യയും മക്കളും റിലേറ്റീവ്സും എല്ലാവരും ഉണ്ട് കേട്ടോ. എല്ലാവരും നമ്മളെ ഇവിടെ തന്നെ ഈ ഒരു ഏരിയ തന്നെ ഇവരെല്ലാവരും ഉണ്ട്. ഇപ്പം നിലവിൽ നല്ല തിരക്കായതുകൊണ്ട് തന്നെ ടിക്കറ്റ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. 20 രൂപയാണ് ടിക്കറ്റിന്റെ റേറ്റ് വരുന്നത്. അപ്പൊ എന്തായാലും ഈ ഒരു മനോഹരമായ ഭംഗി ആസ്വദിക്കണമെങ്കിൽ ഒന്നും നോക്കണ്ട, പെട്ടെന്ന് വിട്ട ചളവറയിലേക്ക്. ഇനി എന്തായാലും 10 ദിവസം കൂടി ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ പൂക്കൾ വിളവെടുക്കും. അപ്പൊ മറക്കണ്ട, നമ്മുടെ ലൊക്കേഷൻ വരുന്നത് ചെർപ്പളശ്ശേരി ചളവറ മുസ്തക്കി നഗർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് നമ്മുടെ ഇത്ര മനോഹരമായിട്ടുള്ള ഒരു സൂര്യകാന്തി പാടം സ്ഥിതി ചെയ്യുന്നത്.